ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കെം ലേണേഴ്സ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോളിമേഴ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പോളിമേഴ്സ് എന്ന് പറയുന്നത് വലിയ മോളിക്യൂൾസ് ആണ്. അവർ ഫോം ചെയ്തിരിക്കുന്നത് സ്മോളർ ആയിട്ടുള്ള മോണോമർ യൂണിറ്റ്സുകൾ ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ബിഗ് ആയിട്ടുള്ള ജെയിൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ബിൽഡിംഗ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് മോണോമർ യൂണിറ്റ്സുകളാണ്. അപ്പോൾ ഈ മോണോമേഴ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഒരു ബിഗ് ആയിട്ടുള്ള ഒരു പോളിമറായി മാറുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുക. അപ്പം ഈ ഇങ്ങനെ ഫോം ചെയ്യുന്ന പോളിമറിന് ഭയങ്കര മോളിക്കുലാർ വെയ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. മോളിക്കുലാർ വെയ്റ്റൊക്കെ ഹൈ ആയിരിക്കും കമ്പയർഡ് ടു മോണോമേഴ്സായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഇനി ഇതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിലേക്ക് പോകാം. ഇൻട്രൊഡക്ഷനിലും ഇതേപോലെ തന്നെയാണ്. അതായത് ബേസിക് ബിൽഡിംഗ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് മോണോമർ യൂണിറ്റ്സ് ആണ്. അപ്പോൾ മോണോമർ യൂണിറ്റ്സുകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഒരു ബിഗ് മോളിക്യൂളായിട്ട് മാറുന്നു. അങ്ങനെ കിട്ടുന്നതിനെയാണ് പോളിമർ എന്ന് പറയുക. സോ ആ ഒരു പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ പോളിമർ എന്നുള്ള ആ ഒരു വേർഡ് ഒരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മെനി എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വരുന്നത്. സോ കുറേ മോണോമർ യൂണിറ്റ്സുകൾ വഴി ജോയിൻ ചെയ്തിട്ട് കിട്ടുന്ന ഒരു ബിഗ് ആയിട്ടുള്ള മോളിക്യൂളാണ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പോളിമേഴ്സിന് മെയിനായിട്ട് കുറേ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടാക്റ്റിസിറ്റീനനുസരിച്ചിട്ടും അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ടും അതിൻ്റെ നാച്ചർ അനുസരിച്ചിട്ടും പിന്നെ അതിൻ്റെ ഫോഴ്സുകൾ അനുസരിച്ചിട്ടും അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ ക്ലാസിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഓരോ ക്ലാസിഫിക്കേഷൻസാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് നാച്ചുറിൻ്റെ ബേസിസിൽ പോളിമേഴ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു നോക്കാം. അതിൽ 2 ടൈപ്പിലാണ് വരുന്നത്. ഒന്ന് ഹോമോ പോളിമറും വേറൊന്ന് കോപോളിമറും. എന്താണ് ഹോമോ പോളിമർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഹോമോ മീൻസ് സെയിം. അപ്പോൾ സെയിം ടൈപ്പിലുള്ള മോണോമർ യൂണിറ്റ്സുകൾ വഴി ഫോം ചെയ്യുന്ന ഒരു പോളിമർ ഫ്രം പോളിമറൈസേഷൻ പ്രോസസ്സിലൂടെ. അപ്പോൾ അവിടെ ഒരേ ടൈപ്പിലുള്ള മോണോമർ യൂണിറ്റ്സ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എത്തീൻ മോളിക്യൂൾ പോളിമറൈസേഷൻ നടത്തിയിട്ട് പോളിത്തീൻ ഉണ്ടാകുന്നു. അപ്പോൾ എത്തീൻ എന്ന് പറയുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 അങ്ങനെ N ടൈംസ് ഉള്ള എത്തീൻ മോളിക്യൂൾസുകൾ കമ്പൈൻ ചെയ്ത് ഒരു മോളിക്യൂളായിട്ട് ഒരു പോളിമറായിട്ട് മാറുന്നു. അപ്പോൾ പോളിത്തീൻ ഫോം ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താ ഒരേ ടൈപ്പിലുള്ള മോണോമർ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള പോളിമേഴ്സിനെയാണ് നമ്മൾ ഹോമോ പോളിമേഴ്സ് എന്ന് പറയുക. അവിടെ എന്താ പ്രത്യേകത? സെയിം ടൈപ്പിലുള്ള മോണോമർ യൂണിറ്റ്സുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ ഫോം ചെയ്യുന്ന ആ ഒരു പോളിമേഴ്സിനെയാണ് ഹോമോ പോളിമേഴ്സ് എന്ന് പറയുക. എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത് പോളിത്തീൻ ഫോം ചെയ്യുന്നതാണ് ഫ്രം N ടൈംസ് ഓഫ് ദി എത്തീൻ മോളിക്യൂൾസിൽ നിന്ന്. നെക്സ്റ്റ് നാച്ചുറിൻ്റെ ബേസിൽ തന്നെയുള്ള അതർ ക്ലാസിഫിക്കേഷനാണ് കോപോളിമേഴ്സ് എന്ന് പറയുന്നത്. ഹോമോ നമ്മൾ പഠിച്ചു, ഇനി അടുത്തത് കോപോളിമേഴ്സ്. കോപോളിമേഴ്സ് എന്ന് പറയുമ്പോൾ ആ വേർഡിൽ തന്നെ 2 ഡിഫറൻ്റ് ആയിട്ടുള്ള മോണോമേഴ്സ് വഴി ഫോം ചെയ്യുന്ന ഒരു പോളിമർ ഫ്രം പോളിമറൈസേഷൻ പ്രോസസ്സിലൂടെ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഒരു ടൈപ്പിലുള്ള മോണോമർ യൂണിറ്റ് എടുത്തു, നെക്സ്റ്റ് വേറൊരു ടൈപ്പിലുള്ള മോണോമർ യൂണിറ്റ് എടുത്തു. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പോളിമറൈസേഷൻ പ്രോസസ്സിലൂടെ ഒരു പോളിമർ ഫോം ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബ്യൂണൈസ് റബ്ബർ. അതൊരു റബ്ബർ കാറ്റഗറിയിൽ വരുന്ന ഒരു പോളിമറാണ്. അപ്പോൾ അത് ഫോം ചെയ്യുന്നത് 1,3-ബ്യൂട്ടാഡൈനും സ്റ്റൈറിനും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ്. ഇത് 2 ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മോണോമറാണ്. സോ അങ്ങനെ 2 ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മോണോമർ വഴി കമ്പൈൻ ചെയ്തിട്ട് ഒരു പോളിമർ ഫോം ചെയ്യുന്നു. അത്തരത്തിലുള്ള പോളിമേഴ്സിനെയാണ് കോപോളിമേഴ്സ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഫോർമുല കാര്യങ്ങളൊക്കെ ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. അപ്പോൾ ഇതാണ് കോപോളിമേഴ്സ് എന്നുള്ളത്. അപ്പം ഹോമോ പോളിമേഴ്സും കോപോളിമേഴ്സിനെയും പറ്റിയിട്ട് ഇതിൽ പഠിച്ചു കഴിഞ്ഞത് നാച്ചുറിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ഇനി ബേസ്ഡ് അപ്പോൺ ഒറിജിൻ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ അതിൽ പോളിമേഴ്സിനെ മെയിനായിട്ട് 3 കാറ്റഗറീസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ നാച്ചുറൽ പോളിമേഴ്സ്, വേറൊന്ന് സെമി സിന്തറ്റിക് പോളിമേഴ്സ്, വേറൊന്ന് സിന്തറ്റിക് പോളിമേഴ്സ്. അപ്പോൾ നാച്ചുറൽ പോളിമേഴ്സ് ആ വേർഡിൽ തന്നെയുണ്ട്, നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള പോളിമേഴ്സ്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് സെല്ലുലോസ്, പ്രോട്ടീൻസ് അങ്ങനത്തെ ഒക്കെ. പിന്നെ വേറെ വരുന്നതാണ് സെമി സിന്തറ്റിക് പോളിമേഴ്സ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പാർഷ്യലി സിന്തസൈസ് ചെയ്തെടുക്കുന്ന പോളിമേഴ്സാണ്. അപ്പം അവരെ നാച്ചുറൽ പോളിമേഴ്സിനെ മോഡിഫൈ ചെയ്തിട്ട് സിന്തസൈസ് ചെയ്തെടുക്കുന്ന പോളിമേഴ്സ്. അങ്ങനത്തെ പോളിമേഴ്സിനെയാണ് നമ്മൾ സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുക. എക്സാമ്പിളായിട്ട് സെല്ലുലോസ് ആൽക്കൈൻ അങ്ങനത്തെ. പിന്നെ സിന്തറ്റിക് പോളിമേഴ്സ് അവർ ഫുള്ളി സിന്തസൈസ് ചെയ്തെടുക്കുന്ന പോളിമേഴ്സാണ്, മാൻ മെയ്ഡ് പോളിമേഴ്സാണ്. എക്സാമ്പിൾ പോളിത്തീൻ, നൈലോൺ 6, PVC, ഡാക്രോൺ അങ്ങനത്തെയൊക്കെ. അപ്പം ഇത്തരത്തിൽ ഒറിജിൻ്റെ ബേസിൽ 3 രീതിയിലാണ് നാച്ചുറൽ, സിന്തറ്റിക്, സെമി സിന്തറ്റിക് പോളിമേഴ്സ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്നുള്ളത് നോക്കി വയ്ക്കുക. പിന്നെ 2 എക്സാമ്പിൾസ് വെച്ചിട്ട് ഓരോ പോളിമേഴ്സിനെയും പറ്റിയിട്ടുള്ളത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതാണ് ഒറിജിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദെയർ പോളിമറൈസേഷൻ പ്രോസസ്സ്. സോ പോളിമറൈസേഷൻ നമ്മൾ പറഞ്ഞു, മോണോമർ യൂണിറ്റ്സുകൾ ജോയിൻ ചെയ്ത് ഒരു ബിഗ് മോളിക്യൂൾ ഒരു പോളിമറായിട്ട് മാറുന്നു. അത്തരത്തിലുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ അതിൽ തന്നെ 2 എണ്ണമാണ് പഠിക്കാനുള്ളത്. അഡീഷൻ പോളിമറൈസേഷനും ഉണ്ട്, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഉണ്ട്. അപ്പോൾ അഡീഷൻ പോളിമറൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ തന്നെയാണ്. അതായത് ചെയിൻ ഇങ്ങനെ ഗ്രോത്ത് ആയിട്ട് വരുന്നു. അതെങ്ങനെയാണ്? അത് മോണോമർ യൂണിറ്റ്സുകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ചെയിൻ ആയിട്ട് അത് മാറുന്നു. അപ്പോൾ അവിടെ സാധാരണ ഇത് ഒക്കർ ചെയ്യുന്നത് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സുകളിലാണ് ഇത് നടക്കുന്നത്. പിന്നെ ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ടേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ അഡീഷൻ പോളിമറൈസേഷൻ നടക്കുമ്പോൾ അവിടെ ഇങ്ങനെ മോളിക്യൂൾസ് ഒന്നും ലോസ് ചെയ്യപ്പെടുന്നില്ല. അതങ്ങനെ തന്നെ അവിടെ നിൽക്കും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ എത്തീൻ മോളിക്യൂൾ പോളിമറൈസേഷൻ നടന്നിട്ട് പോളിത്തീൻ ആകുന്നു. പിന്നെ അതേപോലെ തന്നെ സ്റ്റൈറിൻ മോളിക്യൂൾ പോളിമറൈസേഷൻ നടത്തിയിട്ട് പോളിസ്റ്റൈറിൻ ആകുന്നു. അപ്പം ഇവിടെയൊക്കെ എങ്ങനെയാണ് ഒരു മോളിക്യൂൾസിന് അവിടെ ലോസ് സംഭവിക്കുന്നില്ല. അതെങ്ങനെയാണോ അതിൻ്റെ ഫോമിലുള്ളത് അത്ര n ടൈംസ് അത് ജോയിൻ ചെയ്ത് അതെന്താണ് ഒരു ബിഗ് ആയിട്ടുള്ള മോളിക്യൂളായിട്ട് മാറുന്നത്. ഒരു പോളിമർ ഫോമിലേക്ക് അത് മാറുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോളിമറൈസേഷനാണ് അഡീഷൻ പോളിമറൈസേഷൻ. അപ്പോൾ അഡീഷൻ പോളിമറൈസേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സിലാണ്. പിന്നെ ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ വരുന്ന ഒരു കാറ്റഗറിയാണിത്. പിന്നെ ഇവിടെ എന്താണ്, ഒരു മോളിക്യൂൾസും ഇവിടെ ലോസ് സംഭവിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ നമ്മൾ പഠിക്കുന്നത്. അടുത്ത ഒരു കാറ്റഗറി ഇതിൽ വരുന്നതാണ് പോളിമറൈസേഷൻ്റെ ബേസിസിലുള്ളത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള പോളിമറൈസേഷനിൽ അവിടെ ഇൻ്റർമോളിക്കുലാർ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് അത് മോളിക്യൂൾസ് തമ്മിൽ ടേക്ക് പ്ലേസ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു പോളിമറൈസേഷൻ പ്രോസസ്സിൽ സ്മോൾ മോളിക്യൂൾസ് ആയിട്ടുള്ള വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ലോസ് സംഭവിക്കുന്നുണ്ട്. ഈ പോളിമറൈസേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് വാട്ടറിൻ്റെയോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയോ ഒക്കെ ലോസ് സംഭവിക്കും. സ്മോൾ മോളിക്യൂൾസ് അവിടെ എന്ത് ചെയ്യും, ലോസ് ചെയ്യപ്പെടുന്നുണ്ട്. അഡീഷനിൽ അങ്ങനത്തെ സംഭവിച്ചിരുന്നില്ല, ആഡ് ചെയ്യപ്പെടായിരുന്നു. കണ്ടൻസേഷനിലായിരുന്നപ്പോൾ ഈ ഇങ്ങനത്തെ സ്മോൾ മോളിക്യൂൾസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലോസ് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്. ആദ്യത്തെ കേസിൽ നൈലോൺ 6,6ൻ്റെ ഫോർമേഷനാണ് അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലും ഡയമീനും കൂടിയിട്ട്. അപ്പോൾ അവിടെ സെൻറ്ററിൽ നോക്കിയാൽ കാണാൻ പറ്റും ആ വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂൾ ഇതിലത്തെ അഡിപ്പിക് ആസിഡത്തെ OH ഗ്രൂപ്പും പിന്നെ ഹെക്സാമെത്തിലും ഡയമീനത്തെ ഹൈഡ്രജനും ലോസ് ചെയ്തിട്ട് അവിടെ വാട്ടർ മോളിക്യൂള് ലോസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ കാപ്രോലാക്റ്റും കൺസിഡർ ചെയ്യുന്ന സമയത്ത് വാട്ടർ മോളിക്യൂള് ലോസ് ചെയ്തിട്ടാണ് നൈലോൺ 6ൻ്റെ ഫോർമേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, സ്മോൾ മോളിക്യൂൾസ് ആയിട്ടുള്ള വാട്ടറോ കാർബൺ ഡൈ ഓക്സൈഡോ അങ്ങനത്തെയൊക്കെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇത് എലിമിനേഷൻ ഇവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന പോളിമറൈസേഷനെയാണ് നമ്മൾ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുക. അപ്പോൾ പോളിമറൈസേഷൻ്റെ ബേസിസിൽ 2 ടൈപ്പാണ് നമ്മൾ പഠിച്ച, അഡീഷൻ പോളിമറൈസേഷനും വേറൊന്ന് കണ്ടൻസേഷൻ പോളിമറൈസേഷനും. അങ്ങനെ 2 കാറ്റഗറീസാണ് ഇതിൽ വരുന്നത്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് മെയിനായിട്ട് ഒരു 3 കാറ്റഗറീസൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ആദ്യത്തെ വരുന്നത് ലീനിയർ പോളിമേഴ്സ് ആണ്. ലീനിയർ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മോണോമർ യൂണിറ്റ്സുകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഒരു വലിയൊരു മോളിക്യൂളായിട്ട് മാറുന്നു, ഒരു പോളിമറായിട്ട് മാറുന്നു. അപ്പോൾ അതെങ്ങനെയാണ്, ഒരു ചെയിൻ ഓഫ് ഫൈനൈറ്റ് ലെങ്ത്, ഒരു ഇങ്ങനെ ലെങ്ത് ഇങ്ങനെ വളരെ ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു മാല പോലെ അതിന് ഇങ്ങനെ മുത്ത് പോലെ മോണോമർ യൂണിറ്റ്സുകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒരു വലിയൊരു ചെയിനായിട്ട് മാറുന്നു. ആ ഒരു ടൈപ്പിൽ വരുന്നതിനെയാണ് നമ്മൾ ലീനിയർ പോളിമേഴ്സ് എന്ന് പറയുക. അതിന് എക്സാമ്പിളായിട്ട് നൈലോൺ 6, ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, പോളിസ്റ്റൈറിൻ അതൊക്കെയാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അടുത്തൊരു കാറ്റഗറിയാണ് ഇതിൽ വരുന്നത് ബ്രാഞ്ചഡ് പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ അതിലിങ്ങനെ ചെയിൻ ഓഫ് ഫൈനൈറ്റ് ലെങ്ത് തന്നെ ഉണ്ടായിരിക്കും, ഒരു വലിയൊരു ചെയിൻ പോലെ തന്നെയായിരിക്കും. പക്ഷേ അതിനിടയ്ക്ക് ചെറിയ ബ്രാഞ്ചസുകൾ അറൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലെ ബ്രാഞ്ചസുകൾ അറൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്രാഞ്ചഡ് പോളിമേഴ്സ് എന്ന് പറയാം. അതിന് എക്സാമ്പിളായിട്ട് ലോ ഡെൻസിറ്റി പോളിത്തീൻ, പിന്നെ അതേപോലെ തന്നെ ഗ്ലൈക്കോജൻ, ഇതൊക്കെയാണ് അതിന് എക്സാമ്പിളായിട്ടുള്ളത്. ഇനി അടുത്തതാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോളിമേഴ്സ്. അപ്പോൾ അതിൽ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഒരു ക്രോസ് ലിങ്കിങ്ങുകളോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഫോർമേഷൻസ് ഒക്കെ ടേക്ക് പ്ലേസ് ചെയ്യും, ലൈക്ക് ഡയമണ്ട് പോലെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇങ്ങനെ ക്രോസ് ലിങ്കേജസുകളൊക്കെ ഫോം ചെയ്യും. അപ്പോൾ അത് കുറച്ചും കൂടി അതിൻ്റെ ബോണ്ട് സ്ട്രെങ്തൻ ആക്കി മാറ്റും. പിന്നെ അല്ലെങ്കിൽ കുറച്ച് നെറ്റ്വർക്ക് ഫോർമേഷൻ ടേക്ക് പ്ലേസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ക്രോസ് ലിങ്ക്ഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോളിമേഴ്സ് എന്ന് പറയുക. എക്സാമ്പിൾ എപ്പോക്സി റെസിൻസ്, പിന്നെ അതേപോലെ തന്നെ വൾക്കനൈസ്ഡ് റബ്ബർ, അതൊക്കെയാണ്. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് അപ്പോൺ മോളിക്കുലാർ ഫോഴ്സസിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. അത് മെയിനായിട്ട് 4 കാറ്റഗറീസാണ് വരുന്നത്, 4 ടൈപ്സിലാണ് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 1 എന്ന് പറയുന്നത് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുമ്പോൾ റബ്ബർ ലൈക്ക് പ്രോപ്പർട്ടീസ് ഉള്ളവരാണ്. അതെങ്ങനെയാണ്, നമുക്ക് സ്ട്രെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ നമുക്ക് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ റബ്ബർ പോലെ അതിങ്ങനെ വലിഞ്ഞു നീങ്ങും. പിന്നെ അതിനെ ഫോഴ്സ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് റിറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള പോളിമേഴ്സിനെയാണ് നമ്മൾ ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുക. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സുകളാണ് വരുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ്, റബ്ബർ ലൈക്ക് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഒരു ടൈപ്പ് പോളിമർ കാറ്റഗറിയിൽ വരുന്നതിനെയാണ് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുക. അപ്പം ഇലാസ്റ്റോമേഴ്സിന് എങ്ങനെയാണ്, നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക്
വലിഞ്ഞ് വലിഞ്ഞ് അതിൻ്റെ എന്താണ് ഒരു എക്സ്റ്റെൻഡഡ് ഫോമിലേക്ക് നിൽക്കാൻ പറ്റും. പിന്നെ ആ ഫോഴ്സ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒറിജിനൽ സ്റ്റേറ്റിലേക്കും എന്ത് ചെയ്യുന്നു, റിട്ടൈൻ ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ കഴിവുള്ള ടൈപ്പ് പോളിമേഴ്സിനെയാണ് ഒരു കാറ്റഗറിയിൽ വരുന്നതിനെയാണ് നമ്മൾ ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, മോളിക്കുലാർ ഫോഴ്സിൻ്റെ ബേസിസിലുള്ള ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ്. നെക്സ്റ്റ് ഇതേപോലെ തന്നെ വേറെയും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് ഫൈബേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പിന്നെ തെർമോസെറ്റിക് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ തെർമോ പ്ലാസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ മോളിക്കുലാർ ഫോഴ്സസുകളുടെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത സ്ലൈഡുകളിലായിട്ട് കാണാം. അപ്പോൾ അടുത്ത സെക്കൻഡ് വൺ ക്ലാസിഫിക്കേഷനാണ് ഫൈബേഴ്സ്. ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഫൈബർ ലൈക്ക് പ്രോപ്പർട്ടീസ്, അതായത് നമ്മളിവിടെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഇവർ കാണിക്കില്ല. ഇവരെന്താണ്, നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വലിഞ്ഞ് ഒരു ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആക്കും. അപ്പോൾ അവർക്ക് എന്താണ്, ഒരു ഫൈബർ പോലെ അവർക്ക് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അവരുടെ ഇലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി കുറവായിരിക്കും. അവർ റിട്ടൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് വരാൻ പറ്റില്ല. അവരിങ്ങനെ ഒരു ലോങ് ഫൈബർ പോലെ അവർക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ അവരെന്താണ്, ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ അത് സാധാരണ യൂസ് ചെയ്യുന്നത് ഫാബ്രിക്സ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു ത്രെഡ് ലൈക്ക് പ്രോപ്പർട്ടീസ് അവർക്കുള്ളത് കൊണ്ട്. അപ്പം എക്സാമ്പിളായിട്ട് നൈലോൺ 66, പിന്നെ അതേപോലെ തന്നെ ഡാക്രോൺ, സിൽക്ക്, ഇതൊക്കെയാണ് ഫൈബേഴ്സ് കാറ്റഗറിയിൽ എക്സാമ്പിളായിട്ട് വരുന്നത്. പിന്നെ അടുത്തത് തെർമോ പ്ലാസ്റ്റിക്സ് ആണ്. അതാണ് മൂന്നാമത്തെ ഒരു കാറ്റഗറി. അപ്പോൾ തെർമോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രത്യേകത, ഇതൊരു ലീനിയർ പോളിമേഴ്സാണ്. ഇതിൽ കുറച്ച് ക്രോസ് ലിങ്കേജസുകൾ വരാം, ചിലപ്പോൾ ക്രോസ് ലിങ്കേജസേ വരില്ല. അപ്പോൾ അത്തരത്തിൽ വരുന്ന പോളിമേഴ്സാണ്. അവരിൽ വീക്കായിട്ടുള്ള വാണ്ടർവാൾസ് ഫോഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. പിന്നെ ഇവരിൽ എക്സാമ്പിളായിട്ട് പറയുന്നത് പോളിത്തീൻ, അതേപോലെ തന്നെ PVC, പോളിസ്റ്റൈറിൻ, ഇതൊക്കെയാണ്. ഇതൊക്കെ അഡീഷൻ ടൈപ്പിൽ വരുന്നതാണ്. പിന്നെ ടെറിലിൻ, നൈലോൺ എന്ന് പറയുന്നതൊക്കെ കണ്ടൻസേഷൻ ടൈപ്പിൽ വരുന്ന ഒരു തെർമോ പ്ലാസ്റ്റിക്സിൽ വരുന്നതിന് എക്സാമ്പിളാണ്. ഇവരിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒരു ഹീറ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവർ സോഫ്റ്റനായിട്ട് മാറുന്നു. പിന്നെ അതേപോലെ തന്നെ കൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഡിസൈഡ് ഷേപ്പിലേക്ക് മൗൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, ഇതിനെ ഒന്ന് ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സോഫ്റ്റനാകും. കൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഷേപ്പിലേക്കാണോ ഇതിനെ മൗൾഡ് ചെയ്തെടുക്കേണ്ടത് ആ ഷേപ്പ് ഇതിനെ അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. അതാണ് തെർമോ പ്ലാസ്റ്റിക്സിൻ്റെ പ്രത്യേകത. തെർമോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ തെർമോസെറ്റിക്സും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസും ഇത് തന്നെയാണ്. ഇതിനെ നമുക്ക് ഡിസൈഡ് ഷേപ്പിലേക്ക് മൗൾഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് അഡീഷൻ വഴിയുള്ളതും കണ്ടൻസേഷൻ വഴിയുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മോളിക്കുലാർ ഫോഴ്സസുകളുടെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ്. ഫസ്റ്റ് വൺ നമ്മൾ കണ്ടു ഇലാസ്റ്റോമേഴ്സ്, സെക്കൻഡ് വൺ ഫൈബേഴ്സ്, പിന്നെ അടുത്തത് തെർമോ പ്ലാസ്റ്റിക്സ് കണ്ടു. ഇനി നെക്സ്റ്റ് സ്ലൈഡിലായിട്ട് നമുക്ക് തെർമോസെറ്റിക്സ് കാണാം. പിന്നെ ഇതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ, ഇതെങ്ങനെയാണ് അതിൻ്റെ ഫിഗേഴ്സുകൾ വരുന്നത് എന്നുള്ളതും കൂടി നമുക്ക് അടുത്ത വരുന്ന സ്ലൈഡുകളിലായിട്ട് നമുക്ക് അതിൻ്റെ ഫിഗറും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഡിഫറൻസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പം ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ വിത്ത് ഡെഫിനിഷൻ ആൻഡ് എക്സാമ്പിൾസ് ഓഫ് 2 എക്സാമ്പിൾ വീതെങ്കിലും എല്ലാ കാറ്റഗറിയിലും പഠിച്ചു വയ്ക്കാം. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് തെർമോസെറ്റിക് പോളിമേഴ്സാണ്. അപ്പോൾ തെർമോസെറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നതും തെർമോ പ്ലാസ്റ്റിക്സും തമ്മിലുള്ളൊരു ഡിഫറൻസ് തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെർമനൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യപ്പെടുന്നു ഒരു ഷേപ്പിലേക്ക്. പിന്നെ അതിനെന്താണ്, നമ്മൾ വേറെ ഫോഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് ഹീറ്റ് ചെയ്യുക, കൂൾ ചെയ്യുക ഒന്നും ചെയ്താൽ തന്നെ അതിൻ്റെ വേറെ ഷേപ്പ് അതിന് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതൊരു ഷേപ്പ് അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെർമനൻ്റ്ലി ആ ഷേപ്പിൽ തന്നെ തുടരും. അങ്ങനെ പറ്റുന്ന അത്തരത്തിലുള്ള പോളിമേഴ്സിനെ നമ്മൾ തെർമോസെറ്റിക് പോളിമേഴ്സ് എന്ന് പറയാം. അത് പെർമനൻ്റിൽ എന്തായി, സെറ്റായി ഒരു സോളിഡ് റിജിഡ് മാസ്സായി മാറി. പിന്നെ ഇനി അതിനൊരു ബാക്കായിട്ടുള്ള ഒരു ചേഞ്ച് അതിന് ഇനി പ്രതീക്ഷിക്കേണ്ട അത്തരത്തിലുള്ളതാണ്. അപ്പോൾ അത് ക്രോസ് ലിങ്ക് കാര്യങ്ങളൊക്കെ അതിൽ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നതിന് എക്സാമ്പിളാണ് ബേക്കലൈറ്റ്, മെലാമിൻ, ഫോർമാൽഡിഹൈഡ് റെസിൻസ്, അതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ ഫിഗേഴ്സിൽ കാണിച്ചിരിക്കുന്നു, ഇലാസ്റ്റോമേഴ്സ് കാണിച്ചിട്ടുണ്ട്, പിന്നെ തെർമോ പ്ലാസ്റ്റിക്സ് കാണിച്ചിട്ടുണ്ട്, തെർമോസെറ്റിക്സ് കാണിച്ചിട്ടുണ്ട്. തെർമോ പ്ലാസ്റ്റിക്സ് ഇതേപോലെ നമുക്ക് മെൽറ്റ് ചെയ്ത് അതിന് ഡിഫറെൻറ്റ് ഷേപ്സിലേക്ക് വേണമെങ്കിൽ അറ്റൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. തെർമോസെറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഷേപ്പ് അറ്റൈൻ ചെയ്താൽ പിന്നെ അത് ലൈഫ് ലോങ് ആ ഷേപ്പ് തന്നെയാണ് അത് തുടരുള്ളൂ. അതിന് വേറൊരു പിന്നെ ഒരു ചേഞ്ച് അതിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട അത്തരത്തിലുള്ളതാണ് തെർമോസെറ്റിക്സ്. പിന്നെ ഫൈബേഴ്സിൻ്റെ ഇതിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈബേഴ്സ് ഇവിടെ
കാണിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ തെർമോപ്ലാസ്റ്റിക്സ്, ഇതൊക്കെയാണ് അതിൻ്റെ ഫിഗേഴ്സുകൾ എന്നുള്ളതാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും വ്യക്തമായിട്ട് അത് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെയാണ് അത് ഫിഗേഴ്സായിട്ട്, അതായത് ഇതിൻ്റെ കാറ്റഗറീസിൽ വരുന്ന 4 കാറ്റഗറീസ് നമ്മൾ പഠിച്ചു മോളിക്കുലാർ ഫോഴ്സിൻ്റെ ബേസിലുള്ളത്. അപ്പോൾ ഇലാസ്റ്റോമേഴ്സ് കാണിച്ചിട്ടുണ്ട്, പിന്നെ തെർമോപ്ലാസ്റ്റിക്സും തെർമോസെറ്റിക്സും ഫൈബേഴ്സിനും ഇവിടെ ഈ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക്സ്. ഇനി അടുത്ത അതിന് മുൻപ് നമുക്കിതിൻ്റെ ഡിഫറൻസുകൾ കാണാം. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ തെർമോപ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോസെറ്റിക്സ്. അപ്പോൾ മെയിനായിട്ട് ഒരു 3 ഡിഫറൻസ് വിത്ത് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് പഠിച്ചാൽ തന്നെ ഇതിൻ്റെ മെയിൻ ഡിഫറൻസുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് ലീനിയർ പോളിമേഴ്സ് ആണ്, തെർമോസെറ്റിക്സ് ആണെങ്കിൽ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ആണ്. പിന്നെ തെർമോപ്ലാസ്റ്റിക്സ് വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് ആയിട്ടുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സുകൾ വഴിയാണ് അതിൽ തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ മറ്റ് തെർമോസെറ്റിക്സ് ആണെങ്കിൽ നല്ല കെമിക്കൽ ക്രോസ് ലിങ്കിങ് കാര്യങ്ങളൊക്കെ വഴിയുള്ള ഫോഴ്സുകളാണ് അതിലുള്ളത്. പിന്നെ തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അവരെ നമുക്ക് മോൾട്ടൺ ചെയ്തിട്ട് ഉരുക്കിയിട്ട് ഡിഫറെൻറ്റ് ഷേപ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. എന്നാൽ തെർമോസെറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൽ ക്രോസ് ലിങ്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് നമ്മളൊരു ഷേപ്പ് അറ്റൈൻ ചെയ്താൽ പിന്നെ അതിന് ഒരു ലൈഫ് ലോങ് ആ ഷേപ്പ് തന്നെയായിരിക്കും, അതല്ലാതെ വേറെ ഷേപ്പിലേക്കൊന്നും അതിനെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. പിന്നെ എക്സാമ്പിളുകൾ നോക്കാം. അപ്പോൾ തെർമോപ്ലാസ്റ്റിക്സിനാണെങ്കിൽ PVC, PMMA, ടെഫ്ലോൺ അതൊക്കെയാണ്. പിന്നെ തെർമോസെറ്റിക്സിലെ ഗ്ലിപ്റ്റാൽസ്, എപ്പോക്സി പോളിമേഴ്സ് ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പം തെർമോപ്ലാസ്റ്റിക്സും തെർമോസെറ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. മെയിനായിട്ട് 3 ഡിഫറൻസ് വിത്ത് എക്സാമ്പിൾ. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് ടാക്റ്റിസിറ്റിയാണ്. അപ്പോൾ ടാക്റ്റിസിറ്റി എന്ന് പറയുന്നത് അതർ ടൈപ്പിൽ വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ നമ്പർ, പോളിമേഴ്സിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ നമ്പർ, ടൈപ്പ്, അതിൻ്റെ സീക്വൻഷ്യൽ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്, പിന്നെ സബ്സ്റ്റുവൻസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബേസിസിലൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ കാർബണിൻ്റെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ബാക്ക് ബോൺ ഉണ്ടായിരിക്കും, അതിലെന്തുണ്ടായിരിക്കും, ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ സബ്സ്റ്റൻസ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ആൽക്കൈൽ, അറൈൽ, ക്ലോറിൻ അങ്ങനത്തെ ഗ്രൂപ്പ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഈ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിസിൽ ടാക്റ്റിസിറ്റി എന്നുള്ളത് മെയിൻലി 3 ടൈപ്സിലാണ് വരാം. സിൻഡിയോ ടാക്റ്റിക് ഉണ്ട്, അറ്റാക്റ്റിക് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഐസോടാക്റ്റിക് ഉണ്ട്. അപ്പോൾ അത് ഹൈഡ്രജനും ആർ ഗ്രൂപ്പും എങ്ങനെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബേസിസിലാണ്. അപ്പോൾ എപ്പോഴും പോളിപ്രൊപ്പലിനാണ് നമ്മൾ ഇതിലൊരു എക്സാമ്പിളായിട്ട് എടുക്കുക. അപ്പോൾ പോളിപ്രൊപ്പലിൻ ഈ 3 ഫോമിൽ നിൽക്കാൻ പറ്റും. ഐസോടാക്റ്റിക് പോളിപ്രൊപ്പലിനായിട്ടും, സിൻഡിയോടാക്റ്റിക് പോളിപ്രൊപ്പലിനായിട്ടും, അതേപോലെ തന്നെ അറ്റാക്റ്റിക് പോളിപ്രൊപ്പലിനായിട്ടും. പിന്നെ ഇതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഐസോടാക്റ്റിക്കും സിൻഡിയോടാക്റ്റിക്കും. ഐസോ മീൻസ് എന്താ, ഒരേപോലെ, അതായത് ഹൈഡ്രജൻ എങ്ങനെയാണോ നിൽക്കുന്നത്, ഇപ്പം ഹൈഡ്രജൻ ഡാഷഡ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എല്ലാത്തിലും ഹൈഡ്രജൻ ഡാഷഡ് ആയിട്ടായിരിക്കും, ആർ ഗ്രൂപ്പ് വെഡ്ജഡ് ആയിട്ടായിരിക്കും നിൽക്കുക. സിൻഡിയോടാക്റ്റിക് ആണെങ്കിൽ ഹൈഡ്രജൻ ഇങ്ങനെ ഡാഷഡ് ആയിട്ട് നിന്നുണ്ടെങ്കിൽ അടുത്തേതാവുമ്പോൾ ഹൈഡ്രജൻ വെഡ്ജഡ് ആയിട്ട് നിൽക്കും, പിന്നെ ഡാഷഡ് ആയിട്ട് നിൽക്കും. അങ്ങനെ ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് അതിന് സംഭവിക്കുന്നുണ്ടാവും. അതാണ് സിൻഡിയോടാക്റ്റിക് എന്ന് പറയുന്നത്. അപ്പം പിന്നെ അറ്റാക്റ്റിക് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഓർഡർലി അറേഞ്ച്മെൻ്റ് ഒന്നും കാണിക്കില്ല. അത് തോന്നിയ പോലെ അതിനെങ്ങനെയാണോ നിൽക്കാൻ തോന്നുന്നത് ആ രീതിയിലേ നിൽക്കുന്നു. അത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റിൽ നിൽക്കുകയാണെങ്കിൽ അത് അറ്റാക്റ്റിക് ആയിട്ടുള്ള പോളിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ട് 3 കാറ്റഗറീസാണ് ടാക്റ്റിസിറ്റിയുടെ ബേസിസിലുള്ളത്. അപ്പോൾ അതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻസ് ആണ് ഇവിടെ കൊടുത്തത്. നെക്സ്റ്റ് സ്ലൈഡുകളിലൊക്കെ നമുക്ക് ഇതെങ്ങനെയാണ് ഇത് വരുന്നത് അതിന് എക്സാമ്പിളും പിന്നെ അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ അടുത്ത സ്ലൈഡുകളിലായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പോൾ ഐസോടാക്റ്റിക് പോളിമേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഐസോ മീൻസ് ഒരേപോലെ. അപ്പം ഇവിടെ നമ്മൾ നോക്കൂ, ഈ ഒരു പിക്ചർ നോക്കൂ. ഈ പിക്ചറിൽ CH3 എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് ഗ്രൂപ്പാണ്. ആ മീഥൈൽ ഗ്രൂപ്പ്, ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരേപോലെ. ഇതിപ്പോൾ ഡാഷും വെഡ്ജഡും ഇതിൽ കാണിച്ചിട്ടില്ല, അപ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നാലും ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഡാഷഡ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ എല്ലാത്തിലും CH3 ഡാഷഡ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ അങ്ങനെ ഒരേപോലെ കാണിക്കുകയാണ്. അപ്പോൾ ഹൈഡ്രജൻ അപ്പോൾ എന്തായിരിക്കും, വെഡ്ജഡ് ആയിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഈ ഒരു കാർബണിൻ്റെ ഒരു ലോങ് ബാക്ക് ബോണിൽ ഒരേപോലെ ആർ ഗ്രൂപ്പ്, അതായത് ഡാഷഡ് ആയിട്ടാണോ ആർ ഗ്രൂപ്പ് കാണണമെങ്കിൽ ഡാഷഡ് ആയിട്ട് തന്നെയായിരിക്കും എല്ലാത്തിലും ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് ഐസോടാക്റ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് ഐസോടാക്റ്റിക് പോളിപ്രൊപ്പലിൻ. സിൻഡിയോടാക്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതിൻ്റെ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. അതായത് ആർ ഗ്രൂപ്പ് മുകളിലേക്കാണെങ്കിൽ പിന്നത്തെ ആർ ഗ്രൂപ്പ് എന്ത് വരും, താഴേക്കാവും നിൽക്കുക, പിന്നെ മുകളിലേക്കാവും നിൽക്കുക, പിന്നെ താഴേക്ക്. അങ്ങനെ ഒരു പീരിയോഡിക് ആയിട്ടുള്ള, അതായത് ഒരു റെഗുലർലി അറേഞ്ച്മെൻറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളതിനാണ് സിൻഡിയോടാക്റ്റിക് പോളിമേഴ്സ് എന്ന് പറയുക. അപ്പോൾ സിൻഡിയോടാക്റ്റിക് പോളിമേഴ്സിന് എക്സാമ്പിളാണ് സിൻഡിയോടാക്റ്റിക് പോളിപ്രൊപ്പലിൻ. ഇപ്പോൾ ഈ ഫിഗർ നോക്കൂ, ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. CH3 മുകളിലാണ് നിന്നിരിക്കുന്നത്,
പിന്നെ അടുത്തതിലാകുമ്പോൾ CH3 താഴെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പോളിമേഴ്സിനെയാണ് നമ്മൾ സിൻഡിയോടാക്റ്റിക് പോളിമേഴ്സ് എന്ന് പറയുക. ഇനി അടുത്തതാണ് അറ്റാക്റ്റിക് പോളിമേഴ്സ്. അറ്റാക്റ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു റെഗുലർലി അറേഞ്ച്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഒരു റാൻഡം ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ CH3 മേലെ നിന്നു, അതായത് CH3 എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സബ്സ്റ്റൻറ്റ് ഗ്രൂപ്പാണ്. ആ സബ്സ്റ്റൻറ്റ് ഗ്രൂപ്പ് ഏത് വേണമെങ്കിലും വരാം, ക്ലോറിനോ ഏതെങ്കിലുമൊക്കെ സബ്സ്റ്റൻറ്റ് ഗ്രൂപ്പ് വരാം. അപ്പം ആ ഗ്രൂപ്പ് മുകളിൽ നിന്നും R ഗ്രൂപ്പ്, പിന്നെ കുറേ കഴിയുമ്പോൾ അത് താഴെ നിൽക്കണമാണ്, പിന്നെ കുറേ കഴിയുമ്പോൾ അത് മേലെ നിൽക്കണമാണ്. അങ്ങനെ ഒരു റാൻഡംലി അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ അറേഞ്ച് ചെയ്യപ്പെടുന്ന അത്തരത്തിലുള്ള ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് അറ്റാക്റ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ അറ്റാക്റ്റിക് പോളിപ്രോപ്പിലിൻ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ച പോർഷൻസിൽ നിന്നും വരാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതിപ്പം വലിയ മാർക്കിനോ അല്ലെങ്കിൽ SC ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇങ്ങനെയാണ്: ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ തെർമോപ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോസെറ്റിക്സ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ എന്താണ് തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറയുക, തെർമോസെറ്റിക്സ് ആ ഡിഫറൻസ് ചെയ്തിട്ടുള്ള ആ ബോക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് എഴുതി വെച്ചാലും മതി. പിന്നെ എക്സാമ്പിളുകൾ കൊടുക്കാം. പിന്നെ വാട്ട് ആർ പോളിമേഴ്സ്, ഹൗ ദേ ആർ ക്ലാസിഫൈഡ്. അപ്പോൾ എന്താണ് പോളിമേഴ്സ് എന്ന് പറയാം, മോണോമേഴ്സ് വഴിയാണ് അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള പോളിമറൈസേഷൻ പ്രോസസ്സിലൂടെയാണ്. പിന്നെ ക്ലാസിഫിക്കേഷൻസ്, നമ്മളിപ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ആറോളം ക്ലാസിഫിക്കേഷൻസ് കണ്ടു. അപ്പോൾ അതൊന്ന് എഴുതി വയ്ക്കാം. പിന്നെ വാട്ട് ഈസ് എ കോപോളിമർ, ഗീവ് എക്സാമ്പിൾ. അപ്പോൾ എന്താണ് കോപോളിമർ എന്ന് നമ്മൾ പറയുക, അതായത് ഇങ്ങനെ 2 ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മോണോമർ യൂണിറ്റ്സുകൾ വഴി ഫോം ചെയ്തതാണെന്ന് പറഞ്ഞു. പിന്നെ അതിന് എക്സാമ്പിളും കൊടുക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ആർ പോളിമേഴ്സ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ പോളിമറൈസേഷൻ. അത് നമ്മൾ പറഞ്ഞു അഡീഷൻ ആൻഡ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ, എക്സാമ്പിൾ കൊടുക്കാം. വാട്ട് ഈസ് ടാക്ടിസിറ്റി ഓഫ് ദ പോളിമേഴ്സ്, അതിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തു വന്നുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കണം ബേസ്ഡ് അപ്പോൺ ടാക്ടിസിറ്റി, അതും കൊടുക്കാം. പിന്നെ ഹൗ ആർ പോളിമേഴ്സ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ സ്ട്രക്ചറിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻസ് പഠിച്ചതാണ്, അതിന് എക്സാമ്പിളും കൊടുക്കാം. പിന്നെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഹോമോപോളിമർ ആൻഡ് കോപോളിമർ, അത് എന്താണെന്നുള്ളത് പറയാം, ഡിഫറൻസ്, പിന്നെ എക്സാമ്പിളും കൊടുക്കാം. പിന്നെ ബേസ്ഡ് അപ്പോൺ ഒറിജിൻ എങ്ങനെയാണ് പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഒറിജിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻസ് കൊടുക്കുക വിത്ത് എക്സാമ്പിൾ. പിന്നെ എന്താണ് ഇലാസ്റ്റോമേഴ്സ് എന്നുള്ളതാണ്, ഇലാസ്റ്റോമേഴ്സ് ആൻഡ് ഫൈബേഴ്സ്, അപ്പോൾ അതെന്താണെന്നും എക്സാമ്പിളും കൊടുക്കാം. പിന്നെ അടുത്തത് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ഐസോടാക്റ്റിക്, സിൻഡിയോടാക്റ്റിക്, അറ്റാക്റ്റിക് പോളിമേഴ്സ്, അപ്പോൾ അതെന്താണെന്നുള്ളതും പിന്നെ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും കൊടുക്കാം. അത് എക്സാമ്പിൾ പോളിപ്രോപ്പിലിൻ വെച്ചിട്ട് നമ്മൾ കണ്ടില്ല, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും ആ വെഡ്ജഡ് ആയിട്ടും ഡാഷഡ് ആയിട്ടൊക്കെ അതിന് കാണിച്ചാൽ മതി R ഗ്രൂപ്പ്സിൻ്റെ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, എക്സാമ്പിൾസുകളിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഓരോ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പെർട്ടിക്കുലർലി എടുത്ത് പഠിക്കുന്ന സമയത്ത് 2 എക്സാമ്പിൾസ് വീതെങ്കിലും അതിനെ പറ്റി പഠിക്കാനായിട്ട് നോക്കാം. അത് തെറ്റാതെ നമ്മൾ തറോ ആയിട്ട് ഓരോ കാറ്റഗറീസും പഠിക്കുന്ന സമയത്ത് അതിൻ്റെ എക്സാമ്പിൾസുകളും കൂടി ഇമ്പോർട്ടൻസിൽ പഠിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ ക്വസ്റ്റ്യൻസിലും ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഗീവ് എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 എക്സാമ്പിളുകളെങ്കിലും പഠിച്ച് വയ്ക്കുക. അപ്പോൾ ഒരെണ്ണം മറന്നാലും നമുക്ക് ഒരെണ്ണം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ഇതിനെ പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു ടൈപ്പൊക്കെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാറ്റഗറീസിൽ നിന്നും വരാവുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ മെയിനായിട്ട് നമ്മളിതിൻ്റെ എങ്ങനെയാണ് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്, ജസ്റ്റ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനെ പഠിച്ചിട്ടുള്ളൂ. ഇൻട്രൊഡക്ഷനും പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളെ നമ്മളിപ്പോൾ ഇതിൽ ഡീൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് വളരെ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഈ പോളിമേഴ്സിൻ്റെ ബാക്കി വരുന്ന ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞ് ഇനിയൊക്കെ വരുന്ന ടൈപ്പ് ഓരോ കാറ്റഗറീസൊക്കെ ഉണ്ട് പോളിമേഴ്സ്, ഓരോ ടൈപ്പിനെ പറ്റിയും പഠിക്കും. പിന്നെ അതിൻ്റെ ആ ഒരു മോഡ് ഓഫ് പോളിമറൈസേഷൻസ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഡിഫറെൻറ്റ് കാറ്റഗറീസ് കാര്യങ്ങളൊക്കെ ഇനി ഇതിനെപ്പറ്റി പഠിക്കും. ഇപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനേ ആയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ കൂടുതലായിട്ട് പോളിമേഴ്സിനെ പറ്റിയിട്ട് അറിയാനും അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും നമുക്ക് ക്ലാസ്സിലേക്ക് ഉപകരിക്കും. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ്സുകൾ കാണാം. താങ്ക് യു.